ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ചാനൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. സിനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം തൻ്റെ കൈവിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതി കൊടുത്ത ആ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, അത് ഇന്നത്തെ ശുശ്രൂഷ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവമാണ് നമ്മളെ അതിനായിട്ട് പ്രാപ്തരാക്കുന്നത്. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ജീവദായകമായ ശ്വാസം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നാം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ജീവശ്വാസം, ദൈവത്തിൻ്റെ ജീവശ്വാസം അടങ്ങിയ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നാം വചനം പ്രസംഗിച്ചാൽ അത് വെറും അക്ഷരമായിട്ട് മാത്രം ഇരിക്കും. അക്ഷരം അത് കൊല്ലുന്നു, അത് മരണത്തെ കൊണ്ടുവരുന്നു. എന്നാൽ നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ചൈതന്യവും ജീവനുമായിട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം ജീവിതത്തിൽ അനുഭവമാക്കാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ പഠിച്ച് പ്രസംഗിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ ഒരു സഭയിൽ പോയപ്പോൾ ആ സഭയിലെ പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. കുരിശിൻ്റെ അളവ്, കുരിശിൻ്റെ നീളം, കുരിശിൻ്റെ അടി, ഇങ്ങനെ അതിൻ്റെ കുറേ കണക്കെടുത്തിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എനിക്കൊരു 5 മിനിറ്റ് തന്നു. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു, കുരിശിൻ്റെ അളവൊന്നും അല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്, കുരിശിന്മേൽ തൂങ്ങി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയ സുവിശേഷമാണ് നമ്മൾ അറിയിക്കേണ്ടതെന്നുള്ളത് ഞാനൊരു ചെറിയ മെസ്സേജ് കൊടുക്കാൻ തക്കണം ഇടയായിട്ട് തീർന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നാം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് നാം പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ജീവൻ കൊണ്ടുവരും. അതിനകത്ത് ചൈതന്യമുണ്ട്. അത് ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരുവനെ അത് ധൈര്യപ്പെടുത്തുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീരും. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ധൈര്യവും ബലവും കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീരും. കാരണം അവൻ്റെ പാപ വഴികളെക്കുറിച്ച് ദൈവാത്മാവ് ബോധം വരുത്തുകയും അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രസംഗിക്കുന്ന ആൾ ദൈവവചനത്തെ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുവോ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം അതിനെ കൊണ്ടു നടക്കുന്നുവോ, അതിനെ അനുസരിക്കുന്നുവോ, അതുപോലെ ആയിരിക്കും ആ പ്രസംഗിക്കുന്ന വചനം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഒരാഴ്ച മുഴുവൻ തോന്നുന്ന രീതിയിൽ ജീവിച്ചതിന് ശേഷം, സഭയിൽ ഞായറാഴ്ച വന്നതിന് ശേഷം ഏതെങ്കിലുമൊക്കെ കുറെ ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം വന്ന് പ്രസംഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആ സഭയിലുള്ളവർക്കൊന്നൊരു ഗുണവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ചില സഭകളിൽ നമ്മൾ പോയിരുന്ന് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരും നിർത്താതെ മണിക്കൂറുകൾ സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന അവരെന്തോ വലിയ പ്രസംഗം നടത്തിയെന്നാണ്. എന്നാൽ അതിനകത്തൊരു ദൈവകൃപയില്ലാത്തതുകൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ടും അത് നമുക്ക് തന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് പലപ്പോഴും വിചാരിക്കും. കാരണം അതൊരു ആത്മാവിൻ്റെ ശുശ്രൂഷയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എവിടെ തുടങ്ങിയെന്നറിയില്ല, എവിടെ അവസാനിപ്പിക്കണമെന്നറിയില്ല, പറഞ്ഞു തന്നെ വീണ്ടും തുടങ്ങിയിടത്തേക്ക് പോവുകയും അങ്ങനെ ചില ആളുകളെല്ലാം ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിയാൽ മതി. കാരണം നമ്മളൊരു ആരാധനയ്ക്ക് പോയി അല്ലെങ്കിൽ ഒരു വചനമൊക്കെ കേൾക്കാൻ പോയി അവിടെ നിന്ന് ഒരു ധൈര്യവും ബലവും പ്രാപിച്ച് തിരിച്ചു വരേണ്ട നമ്മൾ അവിടെ ഇരുന്ന് ക്ഷീണിച്ച് മടുത്ത് നമ്മുടെ ആത്മാവ് വളരെ ബലഹീനമായി തീരുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതായിട്ട് വരും. എന്നാൽ കുറച്ചേ പറഞ്ഞോളൂവെങ്കിലും, ചെറുതായിട്ടേ പ്രസംഗിച്ചോളൂവെങ്കിലും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ചില ചെറിയ അനുഭവങ്ങൾ ഞാനിന്ന് ഇതിനോടൊപ്പം പങ്കുവെക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനൊക്കെ വലിയ ആഗ്രഹമാണ്. കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ എടുക്കുവാനായിട്ട് ഞാൻ പല ചർച്ചകളിലും സൺഡേ സ്കൂൾ എടുത്തിട്ടുണ്ട്, സൺഡേ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചിലാണ് പോയത്. ആ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ ഞാൻ സൺഡേ സ്കൂൾ ചില വർഷങ്ങളോളം എടുത്തിരുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരു വ്യക്തി ഒഴികെ, ഞാൻ ആ സൺഡേ സ്കൂൾ എടുത്ത കുഞ്ഞുങ്ങളിൽ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഞാൻ പോന്നതിന് ശേഷമൊക്കെയാണ്, എങ്കിലും അത് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. കാരണം നമ്മൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അത് അവിടെ കിടന്ന് ക്രിയേറ്റ് ചെയ്തോളൂ. അത് ദൈവവചനം അത് പോയിട്ട് തിരികെ വെറുതെ വരികയില്ല. ഞാൻ തൃശ്ശൂരെ ഒരു ഓർഫനേജിൽ അവിചാരിതമായിട്ട് പോകേണ്ടതായിട്ട് വന്നു. ചില സഹോദരന്മാരെ വിളിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഒരു ഓർഫനേജ് തൃശ്ശൂർ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാമായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം
അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം അവിടെയുണ്ട്. അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവമേ, പെട്ടെന്ന് അവിചാരിതമായിട്ടാണ്, ഞാനന്ന് വർക്കിന് പോകുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഞാനിവിടെ എന്ത് പറയണം ദൈവമേ, നീ എന്നെ സഹായിക്കണം. ഞാൻ ഇപ്പോൾ ഒരുങ്ങിയിട്ടൊന്നും വന്നേക്കുന്നതല്ലല്ലോ കർത്താവേ, എന്നോട് കരുണ കാണിക്കണം കർത്താവ്. ഈ കുഞ്ഞുങ്ങൾ നിൻ്റെതാണ്, നിൻ്റെ ഈ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യാൻ പറയണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ കിട്ടിയ നിമിഷം കൊണ്ട് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് യോസെഫിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുവാൻ തക്കണം പ്രേരണ തരികയും ഞാൻ യോസെഫിനെ കുറിച്ച് അവിടെ പറയുകയും ചെയ്തു. സ്വപ്നക്കാരനായ യോസെഫിനെ കുറിച്ച് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ പ്രസംഗത്തിൻ്റെ ഒരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ, അധിക സമയമൊന്നും ഞാൻ പ്രസംഗിച്ചില്ല, കൂടി വന്ന 20-25 മിനിറ്റ്. ആ പ്രസംഗത്തിൻ്റെ പകുതി എത്തിയപ്പോൾ ഒരു കുഞ്ഞ് പയ്യൻ കൂടി വന്ന, ഒരു 10 വയസ്സ് 12 വയസ്സ് ഉള്ള ഒരു ചെറുബാലൻ, അവൻ അവിടെ ഇരുന്ന് കരയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നു. ഞാൻ വിചാരിച്ചു വേറെന്തോ കാരണമായിരിക്കും. അവൻ ഒറ്റയ്ക്കിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി ചേർത്ത് പിടിച്ച്, എന്ത് മോനെ പറ്റി, എന്താ പ്രശ്നം? ഇല്ലില്ല, ആങ്കിള് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എന്നെക്കുറിച്ചായിരുന്നു. എന്നെ ഇതുപോലെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഇതുപോലെ എൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് അവൻ കരയുന്നത് കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീർന്നു. ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എത്ര എത്ര അത് ബലമുള്ളതാണ്. അതിനകത്തുള്ള ചൈതന്യം വളരെ വലുതാണ്. അവനത് ധൈര്യമായി തീരുവാൻ തക്കോണം അവൻ്റെ ഹൃദയത്തിൽ അത് കൂടുതൽ അനുഗ്രഹം. അവൻ കരഞ്ഞെങ്കിലും അതൊരു സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. കാരണം ആ ഒറ്റപ്പെടൽ യോസെഫിനെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് തീർച്ചയായിട്ടും ഒരു ആശ്വാസവും അനുഗ്രഹവും ഉണ്ടാകുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് വളരെ ദൂരെ തിരുവണ്ണാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു പാസ്റ്റർ വിളിച്ചിട്ട് ഞാൻ പോവുകയുണ്ടായി. അവരുടെ ചർച്ചിലെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു 4 മണിക്ക് ഒരു സൺഡേ സ്കൂൾ പ്രോഗ്രാം ഉണ്ട്, കുറേ കുഞ്ഞുങ്ങളെല്ലാം വരും, ബ്രദർ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമാണ്, ഈ കുഞ്ഞുങ്ങളോടെല്ലാം ദൈവവചനം പറഞ്ഞു കൊടുക്കാനൊക്കെ വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാനവിടെ പോയി. അവിടെ ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ അവിടെ ചെന്നു. അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നു. അവർ എന്നെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷം. അവർക്ക് ഒരു മലയാളി, ഒരു കേരളക്കാരനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അവരെല്ലാം കൂടി വരികയും അവരെ ചാണകം മെഴുകിയ ആ മുറ്റത്ത് അവരെല്ലാം ഇരിക്കുകയും ഞങ്ങൾക്ക് തന്നിരുന്ന കസേരകളിൽ ഞങ്ങൾ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ കുഞ്ഞുങ്ങളോട് ഒരു മലയാളം പാട്ട് അവരെ പഠിപ്പിച്ചു. ശ്രീയേശുനാമം എന്നുള്ള ഒരു മലയാളം പാട്ട് അവരെ പഠിപ്പിച്ചു. അങ്ങനെ അതിനുശേഷം ഞാനൊരു മെസ്സേജ് അവിടെ കൊടുത്തു. മെസ്സേജ് എല്ലാം കൊടുത്തതിന് ശേഷം പാസ്റ്റർ പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ മുമ്പിലൂടെ ഓരോ കുഞ്ഞുങ്ങൾ വരികയാണ്. ഞാൻ അവിടെ തലയിൽ കൈവച്ച് അവർ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 10-12-13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ വന്നിട്ട് എൻ്റെ മുൻപിൽ അങ്ങ് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ, ബാക്കിയുള്ള ആരും അവിടെ മുട്ടുകുത്തി അങ്ങനെ നിന്നില്ല. അങ്ങനെ മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവ് ഈ കുഞ്ഞിനെ നീ പ്രത്യേകം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വളരെ ആഗ്രഹത്തോടും, അതുവരെ എല്ലാവരും ആത്മാർത്ഥത്തോടുകൂടി തന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഈ കുഞ്ഞ് മുട്ടുകുത്തിയപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഒരു ദൈവത്തിൻ്റെ അടുക്കൽ നിന്നൊരു സഹായം അവൾക്ക് ലഭിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വളരെ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ആ മോളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ അവിടെ വന്ന് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവിടെ ഇവിടെ എല്ലാം പലയിടത്തും ഈ പാസ്റ്റർമാരെ ഫാദർ എന്നാണ് വിളിക്കുന്നത്, അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ ഫാദർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഫാദറെ കനവ് കണ്ടിരുന്നു, ഇങ്ങനെ കേരളത്തിൽ നിന്നൊരു ഫാദർ വരുന്നതും ഞാൻ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നതുമായിട്ട് ഞാൻ കനവ് കണ്ടിരുന്നു, സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവൾ ചില മാസങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ സംഭവിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ദൈവവചനം അതിനകത്ത് ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് വിഭജിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവവചനം ദൈവത്തോട് കൂടെയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവവചനത്തിന് വലിയ ശക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടം സാമ്പാർ ഒരു 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. പരിപ്പെല്ലാം ഇട്ട് സാമ്പാർ എല്ലാ രീതിയിലും നമ്മൾ വേവിച്ചു. നമ്മളൊരു കറിപ്പാത്രത്തിലേക്ക് ആ സാമ്പാർ എടുത്തു വെച്ച് നമ്മൾ ചോറും കറിയെല്ലാം കൂട്ടി ഭക്ഷണം എല്ലാം കഴിച്ചു. ആ വാങ്ങിക്കൊണ്ട് വന്ന അനേക കഷ്ണങ്ങൾ കൂട്ടിച്ചേർന്ന് ഒരു കറി ഉണ്ടാക്കി ആ കറി നമ്മൾ കഴിച്ചു. ആ ചോറിൻ്റെ കൂടെ അത് കഴിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കൂടെ അത് കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആ സാമ്പാറിൽ നിന്ന് നമുക്ക് ജീവൻ കൊടുക്കാൻ പ്രാപ്തമായിട്ട് ലഭിക്കുന്ന രക്തം എന്ന് പറയുന്നത് 1-2 തുള്ളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ജീവൻ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം വേസ്റ്റാണ്. അത് വേസ്റ്റായിട്ട് തന്നെ പുറത്തേക്ക് പോകും. എന്നാൽ ആ സാമ്പാർ കഷ്ണത്തിൽ നിന്ന് 1 തുള്ളിയോ 2 തുള്ളിയോ ജീവൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ തക്കൊണ്ട് ഇടയായിരുന്നു. ഇതുപോലെ തന്നെ സന്നിധിയിൽ ദൈവത്തോടൊപ്പം ചേർന്ന് ഒരാഴ്ച ജീവിച്ചതിന് ശേഷം വന്ന് നാം ദൈവവചനത്തെ ദൈവസഭയിൽ പ്രസ്താവിക്കുമെങ്കിൽ അത് ആ കൂടി വരുന്ന സഭയിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസമായിരിക്കും, അത് ഒരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് പ്രസംഗിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം
നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഭക്ഷണത്തോടൊന്നും വലിയ പ്രേമില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. ചില പിശാചൊരുക്കുന്ന ചില കെണികളും ചില സൂത്രങ്ങളും ചില ആ, സാഹചര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും? ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ വരും, നീ ഭയപ്പെടേണ്ട. എന്നോട് പലപ്പോഴും ദൈവം സംസാരിക്കാറുള്ള ഒരു വാക്കാണ്, മറ്റേ പരാക്രമശാലി അല്ലയോ പരാക്രമശാലിയെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒറ്റപ്പെടലിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവനോട് പറയും, അല്ലയോ പരാക്രമശാലി, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോനോട് പറഞ്ഞ അതേ വാക്കുകൾ എത്രയോ വട്ടം ദൈവനോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്രയോ നൂറുകണക്കിന് പ്രാവശ്യം ദൈവനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലയോ പരാക്രമശാലിയെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവനോട് പറയുക. അതുപോലെ തന്നെ ഈ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്നെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണമായിട്ട് തീർത്തു തരും. ചില ഭയത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ കൈവിടില്ല എന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ അത് ഒരു വലിയ ബലമാണ്. നമുക്ക് വേറെ ആര് തരുന്ന സെക്യൂരിറ്റിയെക്കാളും അത് അതിഭയങ്കരമായ ഒരു ബലമാണ് നമുക്ക് ദൈവം തരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഭയപ്പെടേണ്ട എന്ന് അനേക പ്രാവശ്യം ബൈബിളിൽ രേഖയാക്കി എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ ആ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ജീവനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭയം മാറുകയും നാം എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ വേളകളിലെല്ലാം ഈ ദൈവവചനത്തെ മുറുകെ പിടിക്കുക. ഈ ദൈവവചനത്തെ നാം നമ്മുടെ സ്വന്തമായിട്ട് എടുക്കുക. ഇത് നമ്മൾ ഒരു ജീവനായിട്ട് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഒരു അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ഒരു ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവദാസന്മാരെയൊക്കെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. എല്ലാ നിലകളിലും ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. നമ്മളെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ, നമ്മൾ തള്ളിക്കളയപ്പെടുന്ന അവസ്ഥയിൽ, എല്ലാവരും ഒരു കാരണം കൂടാതെ നമ്മളെ ആളുകൾ ദ്രോഹിക്കാൻ വരുന്ന സാഹചര്യത്തിൽ ഒരു കാരണം വേണ്ട, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുന്ന വചനം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ വചനം കിട്ടും. വെറുതെ നമ്മൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല, എന്നിട്ടും ചില ആളുകൾ നമ്മളെ ദ്രോഹിക്കാനായിട്ട് വരുമ്പോൾ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടുന്നത് നീ കാണുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ കാരണമില്ലാതെ നമ്മുടെ നേരെ, കാരണം എന്താ, ലോകം നമ്മളെ പയക്കുന്ന കർത്താവ് പറയുന്നത്, നമ്മളൊരു കുറ്റം ചെയ്യണ്ട, നമ്മളൊരു ദോഷവും ചെയ്യണ്ട, അല്ലാതെ തന്നെ ലോകം നമ്മുടെ നേരെ പകയ്ക്കുകയാണ്. അസൂയ നിമിത്തവും നമ്മൾ ദൈവമക്കളാണെന്നുള്ള ആ ഒരു ഇത് നിമിത്തവും പിശാച് അവരിൽ കൂടി നമ്മളെ പകയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുകയും നമ്മളെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജങ്ങളെയും വേറിടിക്കുമ്പോൾ തുളച്ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഈ വചനം കൊണ്ട് ജീവിക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം ഈ തലമുറയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകാതെ പരിശുദ്ധാത്മാവിനാൽ നിയോഗമുള്ളവരായി തീർന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. വചനം കേട്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോട് കരുണ കാണിക്കണമേ കർത്താവേ, അവരോട് ദയ കാണിക്കണമേ കർത്താവേ, അവരോട് മനസ്സിലിവ്, അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂടെ നിന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ.